subtract and put the sign of greater number. Subtract and put the sign of greater number. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ 1/5 മൈനസ് 1/3. ഓക്കെ, 1/5 മൈനസ് നമ്മുടെ 6ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇൻഡിജേഴ്സിന് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ശരിയാക്കാം. ഓക്കെ, മനു സാർ വരും, എല്ലാം ശരിയാവും അല്ലെ. അപ്പൊ നമുക്ക് എൽസിയം എടുക്കാം. എൽസിയം ആദ്യം 5ന്റെയും 3ന്റെയും എൽസിയം എന്താ? 5ന്റെയും 3ന്റെയും എൽസിയം എന്താ? 5 × 3 15 അല്ലേ. 5ന്റെയും 3ന്റെയും എൽസിയം 5 × 3 15. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 5നെ 15 ആക്കാൻ എന്ത് ചെയ്യണം? ഈ 5നെ how will you make 5 as 15? ഈ 5നെ 15, ഈ 5നെ എങ്ങനെ 15 ആക്കാം? 5നെ എങ്ങനെ 15 ആക്കാം? എങ്ങനെ 5നെ 15 ആക്കാൻ പറ്റുക? എങ്ങനെയാണ് ഈ 5നെ 15 ആക്കാൻ പറ്റുക? ഇൻറ്റു 3 അല്ലേ. ഈ 3നെ എങ്ങനെ 15 ആക്കാൻ പറ്റുക? ഇൻറ്റു 5 അല്ലേ. അല്ലേ, ആ ഒരു മെത്തേഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇൻറ്റു 3 ഇൻറ്റു 3, ഇവിടെ ഇൻറ്റു 5, ഇവിടെ ഇൻറ്റു 5. കേട്ടോ? ഇനി എന്താ ഇവിടെ നോക്കി കൂട്ടുന്നത്? 1 × 3 എത്രയാ? 1 × 3 എത്രയാ? 3 മൈനസ് നമ്മൾ എന്ത് ചെയ്യണ്ടേ? 1 × 5 എത്രയാ? 3 മൈനസ് 5 ഡിവൈഡ് ബൈ 15 എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് -2/15. ഇനി കുട്ടികൾ ചെയ്യും, സാറേ ഇത് എങ്ങനെയാണ് ഈ -2 വന്നതെന്ന്? അതാ പറഞ്ഞേ, എനിക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. ഈ -2 എങ്ങനെ വന്നേ? ശ്രദ്ധിക്കും. ശ്രദ്ധിക്കല്ല, ഈ -5നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ 6ൽ പഠിക്കും. ഏത് നെഗറ്റീവ് നമ്പറും നമുക്ക് പ്ലസ് മൈനസ് ഫോം ആക്കാൻ പറ്റും അല്ലെ. ഏതൊരു നെഗറ്റീവ് നമ്പറും നമുക്ക് പ്ലസ് മൈനസ് ഫോം ആക്കാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ റൂൾ എന്താ? സബ്ട്രാക്ട് ചെയ്യും. ആദ്യം സബ്ട്രാക്ട് പറഞ്ഞാൽ 5 - 3. ഇവിടെ നോർമൽ സബ്ട്രാക്ഷൻ എന്താ? 5 - 3. 5 - 3 എന്താ? 2 അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ 2 നേടി. And put the sign of the greater number. Put the sign of the great number പറഞ്ഞാൽ ഇവിടെ ഏതാ ഗ്രേറ്റർ നമ്പർ അല്ലേ? 5 അല്ലേ ഗ്രേറ്റർ. ഈ 5ന്റെ സൈൻ എന്താ? 5ന്റെ മുന്നേ നോക്കിയാൽ മതി. 5ന്റെ സൈൻ എന്താ? മൈനസ് അല്ലേ. അപ്പോൾ -2/15 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് ഇൻഡിജേഴ്സ്. അതില്ലെങ്കിൽ മാത്സ് ഗോവിന്ദ. അത് ഞാൻ സമ്മതിക്കുമോ? ഇല്ല. അതിനാണ് നമ്മൾ ആദ്യം ബേസിക്സ് പഠിക്കും. ഓക്കെ, ഇൻഡിജേഴ്സിൽ സബ്ട്രാക്ട് ആൻഡ് put the sign of greater number. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കിട്ടും. രണ്ടാമത്തെ എക്സാമ്പിൾ 7/15 മൈനസ് 1/, പറയൂ 1/, എന്താ ചെയ്യാ? 1/20. 1/20 എന്തെങ്ങനെ സോൾവ് ചെയ്യാം നോക്കാം. 1 വേണ്ട, 9/20 ചെയ്യാമോ? ആദ്യം മക്കളെ എൽസിയം കണ്ടുപിടിച്ചേ. ആദ്യം എൽസിയം കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു. One by 16. 1/16 നോക്കാം ഹിബ, നോക്കാം. 60. 1/60 60. ഓക്കെ, ഹിബ മോൾ 60 എന്ന് പറഞ്ഞു ഡിനോമിനേറ്റർ. ഫാത്തിമ റസ്ലാം മോളെ എത്ര വരും? ഫാത്തിമ റസ്ലാം മോളെ, ഞാൻ എല്ലാവരും ഒരു കാര്യം പറഞ്ഞു. ഈ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കണ്ടോ ഇല്ല നോക്കാൻ ആരുമില്ല. നിങ്ങൾ പഠിക്കണം. ഒരു ഇതൊക്കെ എനിക്ക് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ടീച്ചർ വരും, ആ ടീച്ചർ നോക്കാൻ പറ്റും. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഞാൻ സഹായിക്കും. ബേസിക്സ് ഒക്കെ പറഞ്ഞു തരും. ഇത് എവിടെയും പഠിപ്പിച്ച് തരത്തില്ല കേട്ടോ. 10ലേക്ക് പോണ കുട്ടികളുണ്ട് ഈ ക്ലാസ്സിൽ. 9ലും 8ലും 8ലേക്ക് കയറുന്ന കുട്ടികളൊക്കെ ഉണ്ട്.
9 ഡിനോമിനേറ്റർ 60. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി പറയാം, ശ്രദ്ധിക്കാം. ആ ഇനി അതായത് നിങ്ങൾ കേട്ടിരുന്നാൽ മതി, ഞാൻ പഠിപ്പിച്ചു തരാം. ഡോൺ ഹിയർ. 60 എൽസിയം എത്ര വരും? എൽസിയം ഓഫ് 15, 20 എത്രയാണ് നമുക്ക് നോക്കാലോ. 60 ആ 60 തന്നെ. 15ന്റെയും 20ന്റെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 5 വെച്ച് ഡിവൈഡ് ചെയ്യാം 3,4. ഫസൽ നോക്കാം. ഫസൽ എല്ലാവരും ഓരോ പേരാണല്ലോ. യെസ് 60 അല്ലെ? അപ്പോൾ പറഞ്ഞില്ലേ പോകണ്ട. 4ഉം 2ഉം 1,2 2 1,1 ഇൻറ്റു 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 ഫാത്തിമ റിസ്ല വിവ Y02. എന്റെ പേരറിയോ? എന്റെ പേരറിയോ ആർക്കെങ്കിലും? എന്റെ പേരറിയോ? ഇല്ല, എന്റെ ഹിബ ഇല്ല. ഹിബ ഏകദേശം ഒരു 2 ആഴ്ചയല്ലേ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ട് എന്റെ പേര് ഇതുവരെ അറിയില്ല. എന്റെ പേര് ആർക്കെങ്കിലും? ഷിബയ്ക്ക് അറിയാം. എത്ര ഷിബ? എത്രയാണ്? എന്താ പേര് ഷിബ? എന്റെ പേരെന്താണ്? പേരറിയാത്തൊരു മനു സാർ അല്ലേ? എനിക്ക് വയ്യ. അന്നും ഞാൻ തന്നെയാണ്. ഓക്കെ, അപ്പോ ഫാത്തിമ റിസ്ല എന്റെ പേര് മനു. വിവ Y02 എന്റെ പേര് മനു. ഓക്കെ, ഞാൻ ഒരു എഞ്ചിനീയർ ആണ്, ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. പക്ഷെ മാത്സിനോടുള്ള ഭ്രാന്ത് കാരണം ഒരു ടീച്ചറായിട്ട് മാറിയോ. ഞാനാണ് സ്പേസ് അക്കാഡമി ഇല്ല കേട്ടോ. എന്റെയാണ് സ്പേസ് അക്കാഡമി. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കാം കേട്ടോ. ഓക്കെ, ശരി. 5 × 3 × 2 × 2. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? എത്ര കിട്ടുക? 60 വരും അല്ലേ? 60. അപ്പോൾ ഇവിടെ നോക്കിയേ മക്കളെ, 15നെ 60 ആക്കാൻ എന്താ ചെയ്യണ്ടേ? എന്താ വെച്ചാൽ മൾട്ടിപ്ലൈ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങളിൽ 15 റുപ്യ ഉണ്ട്. 15 റുപ്യനെ നിങ്ങൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 60 റുപ്യ കിട്ടുക. അപ്പോൾ ഇവിടെ × 4 × 4. 20നെ എങ്ങനെ 60 ആക്കാം നമുക്ക്? ഇവിടെ × 3 × 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കുട്ടികളെ ഡിനോമിനേറ്റർ 60 കിട്ടും. 28 - 28. 1/60. ഇത് സാധാ സബ്ട്രാക്ഷൻ. 28 - 27 സാധാ. അപ്പൊ 1/60. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് അല്ലേ? ഇന്നിപ്പോ എത്ര ക്ലാസ് ഉണ്ട് കേട്ടോ. നാളെ നമുക്ക് 7:30 ക്ലാസ് ഉണ്ട്. ഞാൻ പറയുന്നു, അടുത്ത 5 ദിവസം നമ്മൾ നാളെ ഫ്രാക്ഷൻസിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, അടുത്ത 5 ദിവസം 7:30 ക്ലാസ് ഉണ്ടാവും. നമ്മൾ ഫ്രാക്ഷൻസ് പഠിക്കും. പിന്നെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ജോമെട്രിയുടെ കുറച്ച് നമ്മൾ പഠിക്കും കേട്ടോ. ഈ 5 ദിവസം ജോമെട്രി കുറച്ച് നമ്മൾ പഠിക്കും. ഇതൊക്കെ 9ലേക്കും 8ലേക്കും ആവശ്യമുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? അപ്പൊ തന്നെ മതി. ഫ്രാക്ഷൻസ്, ജോമെട്രി, പിന്നെ കേട്ടോ. ശരി, താങ്ക് യു. അപ്പൊ നാളെ കാണാം. നാളെ ഇതേ സമയം കേട്ടോ. ട്യൂഷനെ ജോയിൻ ചെയ്ത കുട്ടികളെ നമുക്ക് 5 ദിവസം ഈ ക്ലാസ് ഉണ്ടാവും, ബേസിക് ക്ലാസ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ റെഗുലർ ക്ലാസ് തുടങ്ങും. അല്ല, ബേസിക്സ് ഒന്ന് സെറ്റ് ആയിട്ട് പോരെ റെഗുലർ ക്ലാസ്. ഓക്കെ, ശരി കുട്ടികൾ. താങ്ക് യു. Good night. ഗുഡ് നൈറ്റ്. ഹോംവർക്ക് ഞാൻ ഗ്രൂപ്പിലിടും കേട്ടോ. ശരി.